മഴക്കെടുതിയിൽ നിന്ന് മുക്തമാകാതെ തിരുനെൽവേലി. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുനെൽവേലിയിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വെള്ളമിറങ്ങുന്നത് മെല്ലെയാണ്. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. കനത്ത മഴയെ തുടർന്ന് ഞായറാഴ്ച രാത്രി തമിഴ്നാട് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയുമാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, വല്ലാത്ത മഴയാണ്, വല്ലാത്ത പ്രളയക്കെടുതിയാണ്, വല്ലാത്ത അവസ്ഥയുമാണ്. പ്രതീഷ്. തീർച്ചയായും ഹാഷ്മി, കാരണം കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം തിരുനെൽവേലി തൂത്തുക്കുടി മേഖല കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. ഈ ദുരിതപ്പെയ്ത്തിന് ശമനമുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ദുരിതം ഇപ്പോഴും ആളുകൾ പേറുകയാണ്. കാരണം വലിയ തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് തിരുനെൽവേലി തൂത്തുക്കുടി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തൂത്തുക്കുടിക്ക് സമീപമുള്ള മുറപ്പനാട് എന്നുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമം വലിയ തരത്തിൽ ഈ മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ടിരുന്നു. റോഡുകളടക്കം തകർന്നു, റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ മേഖലയിൽ, ഈ ഗ്രാമത്തിൽ മാത്രം 12 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. വലിയ തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇവർ ഇന്നലെ പെയ്ത മഴയിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ഇവരെ പുറത്തെത്തിക്കാനോ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ആരും എത്തിയില്ല എന്നുള്ള വ്യാപകമായ പരാതികളും ഇവർ പറയുന്നുണ്ട്. ജീവൻ പണയം വെച്ച് വീട്ടിന്റെ ടെറസിലൊക്കെ തന്നെ കഴിഞ്ഞുകൂടിയ ആളുകളാണ്. മഴയ്ക്ക് ശമനമായതോടുകൂടിയാണ് ചെറിയ ആശ്വാസമെങ്കിലും അവർക്ക് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം അത്രത്തോളം നേരത്തെ വളരെ സാഹസികമായാണ് വീട്ടിലടക്കം കഴിഞ്ഞിരുന്നത്. எப்படி இருக்கு? நல்லா இருக்குமா இருக்கும். நீங்க வந்ததே சந்தோஷம் எங்களுக்கு. இப்போ எடுத்தது ரொம்ப சந்தோஷமா. நேற்று நீங்க வந்தாலும் எங்களை காப்பாற்றவே முடியாது தங்கம். அவ்வளோ தண்ணி, அங்கெல்லாம் தண்ணி, இங்கெல்லாம் தண்ணி. நாங்களாம் அந்த மாடியிலேருந்து நேற்று கூட சாப்பிடவே இல்லை. விந்தாந்த வச்சு நாங்கள் யாருமே சாப்பிடல. இப்போ ஒரு செடிவே ஒன்றும் இல்லைன்னு நாங்கள் மற்ற வீதியில் போய் பொங்கி எல்லாருமே சாப்பிடுறதுக்காண்டி வீட்டுக்கு வீடு கொஞ்சம் அரிசி எடுத்து போட்டு பொங்குதோம். வீடுகளுக்கு பாதிக்கப்பட்டிருக்கு. வீடுக்கு பாதிக்கப்பட்டுக்கிட்டேன். நிறைய பேர்த்தேன் கஷ்டப்பட்டாங்க, ரொம்ப பேர்த்தேன் பாதிக்கப்பட்டுட்டு. அதனால இப்போ அங்கேயே பொங்கி எல்லாருமே சாப்பிடும்னு எல்லாருமே ஆளுக்கு கொஞ்சம் கொஞ்சம் போட்டு ஒரு மூட்டை அரிசி எடுத்து கொடுத்தாங்க. வசதியால் வந்தாங்க. அந்தால சாப்பிடுறதுக்காண்டி எல்லாமே ஏற்பாடு பண்ணிக்கிட்டு இருக்கோம். இன்னும் ஒரு பிள்ளைகளுமே சாப்பிடல. முக்காசு பிள்ளை அங்கங்கே சொந்தக்காரங்க கூட்டிகிட்டு போயிட்டாங்க. எங்களுக்கு ஒரு சொந்தக்காரங்களும் இல்லை. எங்களுக்கு அம்மன் தான் தஞ்சம்னு உட்கார்ந்துட்டோம் இந்த ஊரில். ഹാഷ്മി, ഈ അമ്മ സൂചിപ്പിച്ച പോലെ തന്നെ, കാരണം വളരെ ദുരിതപൂർവമാണ് ഇവരുടെ ജീവിതം. ഇവരെ അധികാരികളോ മറ്റ് ജനപ്രതിനിധികളോ ആരും തന്നെ രക്ഷിക്കാനൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എത്തിയിരുന്നില്ല. ആവശ്യമായ വെള്ളം, ആഹാരം അടക്കം എത്തിച്ചിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ഒരു ദിവസമായി ഇവർ ആഹാരം കഴിച്ചിട്ട് എന്നതാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മേഖലയിലെ ഒരു ദുരിത കാഴ്ചയുടെ ദൃശ്യങ്ങൾ കൂടിയാണ്. നിരവധി വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയ സാഹചര്യമാണ്. ആ ഒരു ദുരന്തത്തിൽ നിന്ന് പലരും മുക്തിയായിട്ടില്ല. നിരവധി ആളുകൾ ഈ വർഷങ്ങൾക്ക് മുൻപ് മാത്രം കേരളം കണ്ടൊരു മഹാപ്രളയത്തിന്റെ ദൃശ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രതീഷ്, അവിടുത്തെ ഈ പ്രളയ ദൃശ്യങ്ങൾ ഏതാണ്ട് സമാനമാണോ കാഴ്ച? വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടോ? ഈ പറയുന്ന ഒഴിപ്പിക്കൽ നടപടിയൊക്കെ സജീവമായി പുരോഗമിക്കുന്നുണ്ടോ പ്രതീഷ്? ഹാഷ്മി, 1200-ലധികം ആളുകളാണ് തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇന്നലെ തന്നെ പരമാവധി ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ചില മേഖലകളിലൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ഈ റോഡുകൾ പലതും ഒറ്റപ്പെട്ട സാഹചര്യമായിരുന്നു. റോഡ് കടന്ന് മുന്നിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേർ കുടുങ്ങിക്കിടന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമായത് ഒരു ചെറിയ ആശ്വാസമായിട്ടുണ്ട്. ഉയർന്ന മേഖലകളിലുള്ള വെള്ളമൊക്കെ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന മേഖലകൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നേരത്തെ രാവിലെ തന്നെ നമ്മൾ ഈ തിരുനെൽവേലി പ്രധാനപ്പെട്ട പട്ടണത്തിലെ തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ജംഗ്ഷനും റെയിൽവേ സ്റ്റേഷനും അടക്കം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഈ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്താൻ ഇനിയും ആഴ്ചകൾ എടുക്കുമെന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അടക്കം പറയുന്നത്. കാരണം ഈ വെള്ളം, താഴ്ന്ന മേഖലയിൽ നിന്ന് വെള്ളം ഉടനെ ഒന്നും തന്നെ പോകില്ല. ഈ താമരഭരണി നദി കരകവിഞ്ഞൊഴുകിയതാണ് തിരുനെൽവേലി മേഖലയിൽ ഇത്രത്തോളം ഒരു പ്രളയക്കെടുതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിരവധി ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവരെ ഉടൻ വീടുകളിലേക്ക് മാറ്റില്ല. കാരണം പലരുടെയും വീടുകൾ തകർന്ന നിലയിലാണ്. അതുകൊണ്ട് ഈ അപകട മേഖലയിലുള്ളവർ ക്യാമ്പുകളിൽ തന്നെ കഴിയണമെന്ന ഒരു നിർദ്ദേശമാണ് അധികാരികൾ നൽകിയിരിക്കുന്നത്. ഈ പാലമടക്കം ഒലിച്ചുപോയതിന്റെ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്കൊന്നും തന്നെ ഇന്നലെ ഈ മേഖലയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രാത്രി മുഴുവൻ ഇവിടെ കഴിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നിലവിൽ മഴ ഒഴിഞ്ഞു നിൽക്കുന്നു, മഴയ്ക്ക് ശമനമായിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസമാണ് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകൾക്ക് ഇന്ന് പറയാനുള്ളത്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ MG പ്രതീഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രളയ സ്ഥലത്താണുള്ളത്. അവിടെ നമ്മൾ അന്ന് കേരളത്തിൽ കണ്ടതുപോലെയുള്ള 30 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഴ എന്ന് പറയപ്പെടുന്നു.
വെള്ളക്കെട്ടുണ്ട്. ഈ പറയുന്ന വെള്ളക്കെട്ട് മഴവെള്ളം മാത്രമല്ല, ഈ പറയുന്ന വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത രീതിയിലുള്ള, നേരത്തെ ചെന്നൈയിൽ കണ്ടതുപോലുള്ള സമാന പ്രശ്നം ഈ മേഖലയിലുമുണ്ട്. വലിയ ദുരിതത്തിലാണ് അവിടുത്തെ ജനം.